കടമറ്റത്തു കത്തനാർ. കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ? പണ്ട് തിരുവനന്തപുരത്തു നിന്ന് പത്മനാഭപുരത്തേക്ക് പോകുന്ന വഴി കുറേയിടം മനുഷ്യവാസമില്ലാതെ കാടായി കിടന്നിരുന്നു. എങ്കിലും മറ്റു വഴികൾ ഒന്നുമില്ലാതിരുന്നതുകൊണ്ട് ജനങ്ങൾ സഞ്ചരിച്ചിരുന്നത് ആ വഴിയിൽ കൂടെ തന്നെയായിരുന്നു. ആ കാട്ടിൽ ഒരിക്കൽ ഒരു യക്ഷി വന്നുകൂടി. ആ യക്ഷി പകൽ സമയത്തും അതീവ സുന്ദരിയായി വഴിയിൽ ചെന്ന് നിൽക്കും. വഴിയെ പോകുന്നവരോട് ഒന്ന് മുറുക്കാൻ ചുണ്ണാമ്പ് തരുമോ എന്ന് ചോദിക്കും. ചുണ്ണാമ്പ് കൊടുത്തു കഴിയുമ്പോൾ അവരെ പറഞ്ഞു മയക്കി കാട്ടിലേക്ക് കൊണ്ടുപോകും. കടിച്ചു കീറി ചോര കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ അവൾ അനേകം ആളുകളെ ഭക്ഷിച്ചു. ജനങ്ങൾ അതിലെ നടക്കാതെയായി. രാത്രി കാലങ്ങളിൽ കുടിയിടങ്ങളിൽ പോയും മനുഷ്യരെ ഭക്ഷിച്ചു തുടങ്ങി. ഒടുവിൽ കടമറ്റത്ത് കത്തനാരെ കണ്ട് കൂട്ടിക്കൊണ്ടുപോയി. കത്തനാർ ആ സ്ഥലത്തു ചെന്നപ്പോൾ യക്ഷി വഴിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഒന്ന് മുറുക്കാനുള്ള ചുണ്ണാമ്പ് തരുമോയെന്ന് ചോദിച്ചപ്പോൾ കത്തനാർ സന്തോഷത്തോടെ കൊടുത്തു. അത് വാങ്ങിയപ്പോൾ തൊട്ട് കത്തനാരുടെ ബന്ധനത്തിലായി യക്ഷി. ഒരു മന്ത്രം ജപിച്ച് ചുണ്ണാമ്പ് കൂടിയ ആണി യക്ഷിയുടെ തലയിൽ തറച്ച ശേഷം കത്തനാർ നടന്നു തുടങ്ങി. കൂടെ യക്ഷിയും. 4-5 ദിവസത്തിന് ശേഷം അവർ കായംകുളത്തെത്തി. കത്തനാരുടെ മാതുലന്റെ വീട്ടിൽ മാതുലി മാത്രമേ ഉള്ളൂ. കത്തനാരുടെ കൂടെ യക്ഷിയെ കണ്ടപ്പോൾ സഹായത്തിനായി മാതുലിക്ക് ഒപ്പം കൂട്ടി. തൻ്റെ പുത്രിയെ പോലെ യക്ഷിയെ മാതുലി സ്വീകരിച്ചു. യക്ഷിയും മാതുലിയും കൂടി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി കത്തനാർ കുളി കഴിഞ്ഞു വന്നപ്പോൾ ഊണ് കഴിച്ചു. അല്പനേരം കിടന്നു. മാതുലി യക്ഷിയുടെ മുടി ഭംഗിയായി ചീകിക്കൊടുത്തു. അപ്പോൾ തലയിൽ ഒരു ആണി തറച്ചിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് അവർ ആ ആണി വലിച്ചൂരി. യക്ഷി പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും അദൃശ്യയാകുകയും ചെയ്തു. കത്തനാരോട് വിവരം പറഞ്ഞ് വടക്കോട്ടാണ് പോയതെന്നറിഞ്ഞ് കത്തനാർ പിറകെ നടന്നപ്പോൾ യക്ഷി അതിവേഗം നടന്നു പോകുന്നത് കണ്ടു. രണ്ടുപേരും മാന്നാറിൽ വന്നു ചേർന്നു. കത്തനാർ ആറ്റുകടവിലെത്തിയപ്പോൾ കടത്തുകാരൻ യക്ഷിയെ തോണിയിൽ പനയന്നാർക്കാവ് കടവിൽ ഇറക്കിയിരുന്നു. വേറെ തോണി അവിടെ ഇല്ലാതിരുന്നതിനാൽ കത്തനാർ ഒരു തൂശനില മുറിച്ച് വെള്ളത്തിലിട്ട് അതിൽ കയറി യക്ഷിയുടെ അടുക്കൽ ചെന്നു. ഞാൻ നിന്നെ ഇവിടുന്ന് പറഞ്ഞയക്കില്ല. ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യാതെ ഇരുന്നു കൊള്ളാമെങ്കിൽ അനുവദിക്കാം, അല്ലെങ്കിൽ നിന്നെ അറുത്തു ഹോമിക്കും. അത് കേട്ട് യക്ഷി സത്യം ചെയ്തു. അദൃശ്യയായി യക്ഷി അവിടെ താമസിച്ചു. കറുത്തവാവ് വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ കത്തുന്ന തീയായും സുന്ദരിയായ സ്ത്രീയായും കാണാറുണ്ടെന്നാണ് കേൾവി. ജനങ്ങൾ ആ യക്ഷിയെ പനയന്നാർക്കാവിലെ യക്ഷിയെന്നും ദേശപ്പേരിനെ അടിസ്ഥാനമാക്കി പരുമല യക്ഷിയെന്നും പറഞ്ഞു വരുന്നു. ആ യക്ഷി അവിടെ വന്നതിൽ പിന്നെ ആരെയും ഉപദ്രവിച്ചതായി കേട്ടുകേൾവി പോലുമില്ല.